ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ പൂക്കോട് ഞാൻ പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഇതെന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു കഞ്ചാവാന്ന് പറഞ്ഞു. എനിക്കൊരു ഇല തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഇല പറിക്കാൻ പോയേക്കണം പുള്ളി കേട്ടോ. എന്താ സംഭവം, എങ്ങനെയാണ് മണമെന്നൊക്കെ നമ്മളും അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതേ പുള്ളി അത് ഇല എനിക്കോട് ഉണക്കാനിട്ട സ്ഥലമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയേ. അത് ഇതിനകത്ത് വേറെ കുഞ്ഞു കുഞ്ഞു തൈകൾ കാണൂ. അപ്പോൾ നമുക്ക് സ്മെല്ല് എന്താണെന്നൊക്കെ അറിയാം. കിറുങ്ങി അടിച്ച് പോയാൽ ഇവിടെ ഇരിക്കേണ്ടി വരുന്ന. എടാ എന്താ അതൊന്നല്ല പറിച്ചേ, അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി പുള്ളി. അപ്പോൾ ഇത് പശുത്തൊഴുത്തല്ലേ, ഇത് കഞ്ചാവ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെ പോണ വഴിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഉള്ളത് ഇത് എവിടെ നിൽക്കണത്, ഇതേ നിൽക്കണതല്ല, കഞ്ചാവ് തന്നെ നിൽക്കണതൊക്കെ. ഇതാണ് കഞ്ചാവ് കടി. പപ്പയെന്നല്ല പറയാം, വ്യൂ ശരിയല്ല, അതൊക്കെ വെട്ടിക്കളി പറഞ്ഞെങ്കിൽ നല്ല ഒന്നാന്തരം കഞ്ചാവ്. പുള്ളിനെ കാണാനില്ല, അവിടെ പോയി. പുള്ളി ഇലയൊക്കെ പറിച്ചു വേറെ ഉണങ്ങിയ സാധനം എടുത്തോണ്ട് വരണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ പയ്യെ ഓഫ് ചെയ്യട്ടെ, കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. പിടിച്ച അതിൻ്റെ അകത്ത് നിന്നിട്ട് लड़के लोग आता है, ये पमनू लोग आता है ना बाहर से, पूरा सब मांगता है। पर ये इसका स्मेल है, फ्राई करने के तो हमें मेरे लड़के लोग आता है बाहर से, पेट्रोल लोग आता है, मांगता है ना, देखो ये हमारे इंडिया में पान है, पुलिस पकड़ेगा। नहीं मिलता है, नहीं मिलता है, पुलिस पकड़ेगा। पर वो तो भाई बहुत है, जंगल में ये फिर आगे में हम जाता है जाने का टाइम वो छोटी मतलब ये आदमी आया सामान के लिए और उसको पैसा മണമൊന്നുമില്ല, അറിയില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിറുങ്ങുന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ നിൽക്കാനുള്ള നമുക്ക് ഒത്തിരി ദൂരം നടന്നിറങ്ങാനുണ്ട്. അതിനുശേഷം വണ്ടി കയറി എന്നെ അടുപ്പിച്ച് പോക്കറ്റ് പോകണം. അവിടെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. അതുകൊണ്ട് നമ്മളിത് സൂക്ഷിച്ചു വെക്കണമല്ലോ കുറച്ച്, കാരണം റിസ്ക് എടുക്കണം വയ്യ. കാരണം നമ്മൾ ഇന്ത്യയിലേക്ക് അടക്കുമ്പോൾ പോലീസ് പിടിക്കും. എവിടെ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ പോലീസിനെ പിടിപ്പിക്കരുതല്ലോ. നമുക്കിനി ലോകം ഒത്തിരി കാണാനുള്ളതാണ് എന്ന്